എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് കരുതുന്നു. പപ്പായ കൊണ്ട് തയ്യാറാക്കിയെടുത്ത കറിയാണ് ഇന്നത്തെ റെസിപ്പി. ഇനി പപ്പായ കിട്ടുമ്പം എന്തായാലും ഇതുപോലൊരു കറി ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. വളരെ രുചികരവും വ്യത്യസ്തവുമായ ഒരു കറിയാണ്. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവും. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് എല്ലാവരും വീഡിയോ ഒന്ന് കണ്ടു നോക്കൂ. തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു പപ്പായ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് മുഴുവനായിട്ട് എടുക്കുന്നില്ല, ഇതിൻ്റെ പകുതി നമുക്ക് എടുത്താൽ മതിയാവും. അപ്പോൾ ഞാൻ ഇതൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പം വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണം കേട്ടോ. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും ആരും മറന്നു പോകല്ലേ. ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്ത് വെക്കണേ. അപ്പോഴാണ് ഞാനിടുന്ന വീഡിയോസിൻ്റെ എല്ലാം നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. കമൻറ്റ് സെക്ഷനിൽ ഹൈപ്പ് എന്നൊരു ഓപ്ഷനുണ്ട്, അതുകൂടി ഒന്ന് പ്രസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ നമ്മുടെ ചാനലിൽ ഇതുപോലെ സിമ്പിളായിട്ടുള്ള റെസിപ്പീസാണ് കൂടുതലും ഞാൻ അപ്ലോഡ് ചെയ്യാറുള്ളത്. എല്ലാവർക്കും വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന കറികളൊക്കെയാണ്. അതുകൊണ്ട് കുക്കിംഗ് പഠിച്ചു വരുന്ന കുട്ടികൾക്കൊക്കെ ഇത് കുറേ പ്രയോജനപ്പെടുന്നു എന്ന് ഞാൻ കരുതുന്നു. ഇതുവരെ നിങ്ങളെല്ലാവരും നമ്മുടെ കുഞ്ഞു ചാനലിൽ തന്ന സപ്പോർട്ടിന് ഒരുപാട് താങ്ക്സ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഇതൊന്ന് കഴുകി എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിനെ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഒന്ന് കട്ട് ചെയ്യണം. തീരെ അങ്ങ് ചെറിയ കഷ്ണങ്ങളാക്കേണ്ട ആവശ്യമില്ല. ഈ ഒരു രീതിയിൽ വേണം കട്ട് ചെയ്തെടുക്കാനായിട്ട്. പപ്പായയുടെ ഗുണങ്ങളെ കുറിച്ചിട്ട് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. കിട്ടുവച്ചാൽ എന്തായാലും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. കുറച്ച് വ്യത്യസ്ത രീതിയിലാണ് നമ്മളിത് തയ്യാറാക്കിയെടുത്തിരിക്കുന്നത്. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവും. അപ്പോൾ പപ്പായ കിട്ടുവച്ചാൽ കുഞ്ഞുങ്ങൾക്കൊക്കെ ഇത് കൊടുക്കുന്നത് വളരെ ഹെൽത്തിയാണ്. ഇനി ഇതൊന്ന് തയ്യാറാക്കിയെടുക്കാം. ഞാനൊരു മൺചട്ടി എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ആ ഒരു പപ്പായ കഷ്ണങ്ങളുണ്ടല്ലോ, ആദ്യം ഒന്ന് ഇട്ടു. ഇനി അതിനകത്തേക്ക് ഒരു ചെറിയ സവാള എടുത്തിട്ട് അതൊന്ന് നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്, അതും കൂടി ചേർക്കുക. 2-3 പച്ചമുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു കഷ്ണം ഇഞ്ചി എടുത്തിട്ട് നീളത്തിൽ അരിഞ്ഞിട്ട് അതും കൂടെ ചേർത്ത് കൊടുക്കുക. ഇനി ഇതിനകത്തേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ എരിവിന് ആവശ്യമായിട്ടുള്ള മുളക് പൊടി 2 ടീസ്പൂൺ മുളക് പൊടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. മുളക് പൊടിയൊക്കെ ഓരോരുത്തരുടെ എരിവിന് ആവശ്യമായിട്ടുള്ളവ ചേർത്ത് കൊടുക്കുക. മല്ലിപ്പൊടിയാണ് ചേർത്ത് കൊടുത്തത്. 1.25 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കുക. 1-2 തണ്ട് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ഇതിനകത്തേക്ക് ഉപ്പ് ചേർത്തിട്ടുണ്ടായില്ല, ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇപ്പോൾ വളരെ കുറച്ച് ചേർത്താൽ മതി, വേണിച്ചാൽ നമുക്ക് പിന്നെ ചേർത്ത് കൊടുക്കുക കേട്ടോ. ലേശം വെളിച്ചെണ്ണയും കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നമ്മുടെ കൈ ഉപയോഗിച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് തിരുമ്മി പിടിപ്പിക്കുക. കൈ ഉപയോഗിച്ച് തന്നെ ചെയ്യണതാണ് കേട്ടോ വളരെ നല്ലത്. കാരണം ഈ പപ്പായയിലേക്ക് ആ പൊടികളൊക്കെ നന്നായിട്ടൊന്ന് യോജിച്ച് കിട്ടണമെന്ന് വെച്ചാൽ കൈ തന്നെ ഉപയോഗിക്കണം. തവി കൊണ്ടൊന്നും അങ്ങനെ നമ്മൾ ഇളക്കി കഴിഞ്ഞാൽ അത്രയും ശരിയായി കിട്ടില്ല. അപ്പോൾ ഒരു 2-3 സെക്കൻഡ് എടുത്തിട്ട് നന്നായിട്ടൊന്ന് തിരുമ്മി പിടിപ്പിക്കുക. അതിനുശേഷം ഇത് സമയമുണ്ടെങ്കിൽ കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുക. റെസ്റ്റ് ചെയ്യാൻ വെച്ചാൽ നമ്മുടെ കറിക്ക് കുറച്ച് ടേസ്റ്റ് കിട്ടും. ഞാനൊരു 1/2 മണിക്കൂർ ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുന്നത്. ഞാൻ സ്റ്റവ് ഓൺ ചെയ്തിട്ട് മൺചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ഒരു 1-2 മിനിറ്റ് ഇത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം. തീ നന്നായിട്ട് കുറച്ച് വെക്കണം കേട്ടോ. പിന്നെ ഇത് അടിയിൽ പിടിക്കുകയൊന്നുമില്ല. കാരണം എന്താ വെച്ചാൽ നമ്മൾ നേരത്തെ കുറച്ച് വെളിച്ചെണ്ണ ചേർത്തിട്ടാണ് ഇതൊന്ന് തിരുമ്മി യോജിപ്പിച്ചിട്ടുള്ളത്. ഈ പപ്പായ ഒന്ന് മൊരിഞ്ഞ് കിട്ടുമ്പം നമ്മുടെ കറിക്ക് ടേസ്റ്റ് ഒന്നും കൂടി കൂടും. അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതുപോലെ തയ്യാറാക്കി നോക്കാത്തവർ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. വളരെ രുചികരമാണ് ഇങ്ങനെ തയ്യാറാക്കിയെടുത്ത റെസിപ്പി. ഇനി ഇതിനകത്തേക്ക് നമുക്ക് വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം കൊടുക്കണം. അപ്പോൾ വെള്ളം കൊടുക്കുമ്പം തിളപ്പിച്ചിട്ട് ചെറിയ ചൂടോടുകൂടിയുള്ള വെള്ളം ഉണ്ടല്ലോ, അത് വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. ഒരുപാടങ്ങ് ചൂട് വേണ്ട, ഒരു ലൈറ്റായിട്ട് ചൂടുവെള്ളം ചേർത്ത് കൊടുക്കുക. അത് കഷ്ണത്തിൻ്റെ മുകളിൽ വെള്ളം നിൽക്കത്തക്ക രീതിയിൽ കൊടുത്താൽ മതി കേട്ടോ. കാരണം പപ്പായ നമുക്ക് പെട്ടെന്ന് വെന്ത് കിട്ടും. വെന്തങ്ങ് ഉടഞ്ഞു പോവാതിരിക്കാനായിട്ട് ഒന്ന് ശ്രദ്ധിക്കണം. ഇനി ഒന്ന് ചൂടായതിന് ശേഷം ചൂടുവെള്ളം ചേർത്ത് കൊടുത്തുകൊണ്ട് പെട്ടെന്ന് തന്നെ നമുക്ക് ചൂടായി കിട്ടിക്കോളും. തിളയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഈ സമയത്ത് നമ്മളിതൊന്ന് അടച്ചു വെച്ച് കൊടുക്കുക. 5-6 മിനിറ്റിനുള്ളിൽ നമുക്ക് പപ്പായ നന്നായിട്ട് വെന്ത് കിട്ടും. അപ്പോൾ അതവിടെ ഇരുന്ന് വേവട്ടെ. നമുക്കിതിനകത്തേക്കുള്ള അരപ്പ് റെഡിയാക്കി എടുക്കാം. മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഞാൻ ചേർത്ത് കൊടുത്തത് നാളികേരമാണ്. നാളികേരം ഞാൻ എടുത്തിരിക്കുന്ന അളവ് ഒരു 4.5 ടേബിൾ സ്പൂണാണ് കേട്ടോ. അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് ഒരു ചെറിയ ഉള്ളി, 1-2 ചെറിയ ഉള്ളി ആവാം, ഞാനിപ്പോൾ ഒരെണ്ണേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക. കുറേശ്ശെ വെള്ളം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക. അപ്പോൾ ഞാൻ അരച്ചെടുത്തുകൊണ്ട് വരാം. അപ്പോൾ നമ്മൾ വേവാൻ വെച്ചിരിക്കുന്ന പപ്പായ കഷ്ണങ്ങൾ ഞാനൊന്ന് അടപ്പ് തുറന്ന് നോക്കിയിട്ടോ. കഷ്ണമൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ഒരുപാട് അങ്ങോട്ട് വെന്ത് ഉടഞ്ഞു പോകരുത്. ഇത് ശരിക്കും ഈ കറി നമ്മൾ തയ്യാറാക്കി കഴിക്കുമ്പം ഒരു മീൻ കറിയുടെ ടേസ്റ്റാണ് കേട്ടോ കിട്ടുക. അപ്പോൾ പാകത്തിന് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് അല്പം പുളിവെള്ളമാണ്. ഒരു നെല്ലിക്ക വലിപ്പത്തിൽ പുളി എടുത്തിട്ട് അത് പിഴിഞ്ഞ് അതിൻ്റെ ആ ഒരു ജ്യൂസ് ചേർത്ത് കൊടുക്കുക. അതിനുശേഷം ഇതൊന്ന് തിളപ്പിച്ചെടുക്കുക. പുളി ചേർത്തിട്ട് നന്നായിട്ട് തിളപ്പിച്ചാൽ മാത്രമാണ് നമ്മുടെ ആ കഷ്ണത്തിലേക്കൊക്കെ പുളി പിടിക്കുകയുള്ളൂ. അപ്പോൾ അടച്ചു വെച്ച് കൊടുത്തിട്ടുണ്ട്. 2-3 മിനിറ്റ് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക. ഞാനൊരു 3 മിനിറ്റ് നന്നായിട്ട് തിളപ്പിച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ അടപ്പൊന്ന് തുറന്നു നോക്കി. അപ്പോൾ നമ്മൾ ചേർത്ത് കൊടുത്ത പുളിയൊക്കെ നമ്മുടെ പപ്പായയിലേക്ക് നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്.
ഇനി ഈ സമയത്ത് നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന അരപ്പുണ്ടല്ലോ നാളികേരത്തിൻ്റെ, അത് ചേർത്ത് കൊടുക്കുക. അപ്പോൾ നാളികേരം അരയ്ക്കുമ്പോൾ നന്നായിട്ട് അരച്ചെടുക്കുക. അതുമാത്രമല്ല ഒരുപാട് വെള്ളം ചേർത്തിട്ട് അരയ്ക്കാതിരിക്കുക കേട്ടോ. ഒരുപാട് വെള്ളം ചേർത്താൽ നമ്മുടെ കറി അങ്ങ് ലൂസായി പോവും. ഇത് നല്ല തിക്ക് ആയിട്ട് എടുക്കേണ്ട ഒരു കറിയാണ്. ലേശം വെള്ളം മാത്രമേ ഞാൻ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. അതിനുശേഷം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. ചോറിൻ്റെ കൂടെ മാത്രമല്ല കേട്ടോ, ചപ്പാത്തിയുടെ കൂടെ കഴിക്കാനും നല്ല ടേസ്റ്റുള്ള ഒരു കറി തന്നെയാണിത്. ഈ സമയത്ത് ഒരു തക്കാളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. തക്കാളി ചെറുതായിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ തക്കാളി ചേർക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല, ഓപ്ഷനിലാണ്. നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. തക്കാളി ചേർത്തതുകൊണ്ട് നമ്മുടെ കറിയുടെ പുളി ഒന്നും കൂടി പോവില്ല കേട്ടോ, കറക്റ്റ് പുളി തന്നെയായിരിക്കും. ഇനി ഇതിനകത്തേക്ക് ഞാൻ ഉപ്പ് നോക്കിയപ്പോൾ കുറച്ച് കുറവായതുകൊണ്ട് ലേശം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒന്നും കൂടി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. ഇനി കുറച്ച് നേരം ഇതൊന്ന് തിളപ്പിച്ചെടുക്കണം. നമ്മൾ ആ ചേർത്ത് കൊടുത്ത നാളികേരത്തിൻ്റെ പച്ച ടേസ്റ്റൊക്കെ ഒന്ന് മാറാൻ വേണ്ടിയിട്ട് അടച്ചു വെച്ച് കൊടുത്തിട്ടുണ്ട്. തിളപ്പിക്കുന്നത് ഒരു 5 മിനിറ്റെങ്കിലും നന്നായിട്ട് തിളപ്പിക്കണം കേട്ടോ. അപ്പോഴാണ് നമ്മുടെ കറി നന്നായിട്ടൊന്ന് കുറുകി കിട്ടുള്ളൂ. നമ്മുടെ കറി ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. വളരെ രുചികരമായ കറിയാണ്. ഇനി ഇതിൻ്റെ രുചിയും അതുപോലെ തന്നെ ഇതിൻ്റെ മണവും ഒക്കെ ഒന്ന് കൂട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിനകത്തേക്ക് കുറച്ച് ഉലുവാപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 1/4 ടീസ്പൂണിൽ താഴെ ഉലുവാപ്പൊടി ചേർത്ത് കൊടുക്കുക. ഉലുവാപ്പൊടി എന്തായാലും ചേർത്ത് കൊടുക്കണം കേട്ടോ, സ്കിപ്പ് ചെയ്യല്ലേ. എന്നിട്ട് 1 സെക്കൻഡ് ഒന്ന് നന്നായിട്ട് തിളപ്പിച്ചെടുക്കുക. ഇനി കറി ഞാൻ ഒന്ന് വാങ്ങി മാറ്റുന്നുണ്ട്. നമുക്കിതിനകത്തേക്ക് ഒന്ന് വറുത്തിടണം. വറുത്തും കൂടി ഇടുമ്പോഴാണ് നമ്മുടെ കറിക്ക് ഒന്നും കൂടി ടേസ്റ്റ് കിട്ടുക. ഞാൻ ചേർത്ത് കൊടുത്തത് വെളിച്ചെണ്ണയാണ്. വെളിച്ചെണ്ണ ചൂടായി വരുമ്പം അതിലേക്ക് കുറച്ച് കടുകിട്ട് കൊടുക്കുക. അതിനുശേഷം 3-4 വറ്റൽമുളക് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുക. പിന്നെ കറിവേപ്പിലയാണ് ചേർത്ത് കൊടുത്തത്. കറിവേപ്പില നമ്മൾ നേരത്തെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്, എന്നാലും കുറച്ചും കൂടി ഒന്ന് ചേർത്ത് കൊടുത്തോളൂ. എന്നിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. അതിനുശേഷം നമ്മുടെ കറിയുടെ മുകളിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ മൺചട്ടിക്കകത്തായതുകൊണ്ട് കറി ഇപ്പോഴും തിളച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. സ്റ്റൗവൊക്കെ ഞാൻ ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതുപോലെ പപ്പായ കറി തയ്യാറാക്കി കഴിക്കാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് തയ്യാറാക്കി കഴിക്കൂ കേട്ടോ. തയ്യാറാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ പറയണേ. നിങ്ങളുടെ കമൻറ്റ് കാണുമ്പോഴാണ് മറ്റുള്ളവർക്കും ഇതൊക്കെ തയ്യാറാക്കാനുള്ളൊരു പ്രചോദനം കിട്ടുള്ളൂ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ കറി എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ ലൈക്കും കമൻറ്റും ഒന്നും ചെയ്യാൻ ആരും മറന്നു പോകല്ലേ. ഷെയറും കൂടെ ചെയ്തു കൊടുത്തോളൂ കേട്ടോ. മറ്റൊരു വീഡിയോയിൽ കാണാം. എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക. താങ്ക്